സത്യത്രയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ശരൺ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അതിന്ന് റിലീസ് ചെയ്തിരുന്നു. സാധാരണ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ മറ്റുള്ളവർ കൂടി കാണട്ടെ എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ്, ഒരു റിവ്യൂ എന്നുള്ള നിലയ്ക്കല്ല ഈ ഒരു വീഡിയോ ചെയ്യാറുള്ളത്. അങ്ങനെ അത്രയും ഇഷ്ടപ്പെടുന്ന സിനിമകളെ കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. നാരായണൻ്റെ മൂന്നാൺമക്കളെ കുറിച്ച് പൊതുവേ മിക്സ്ഡ് അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അത് മറ്റുള്ള സിനിമകളുടെ ഒഴുക്കിൽ ചിലപ്പോൾ അപ്രത്യക്ഷമായാലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള, പൊതുവെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചാണ്. അത്തരം സന്ദർഭങ്ങളും റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് സിനിമയുടെ ഇതിവൃത്തം. സംവിധായകൻ ശരൺ വേണുഗോപാലിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഒരു പാതിരാ സ്വപ്നം പോലെ. ഒരു 4-5 വർഷം മുൻപ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. 2 വർഷം മുൻപാണ് അദ്ദേഹം യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ അഭിനയിച്ചിട്ടുള്ള ഗാർഗി, നാദിയ മൊയ്തുണ്ട് ഷോർട്ട് ഫിലിമിൽ. അതിൽ അഭിനയിച്ചിട്ടുള്ള ഗാർഗി ആനന്ദൻ ഇതിലും ഈ സിനിമയിലും ഉണ്ട്. അവർ നല്ലൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരണായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. അതായത് അലൻസിയർ മൂത്ത ബ്രദറായിട്ട് വിശ്വം എന്നുള്ള കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്രദർ ജോജു ജോർജാണ്, അദ്ദേഹം സേതു എന്നുള്ള കഥാപാത്രമാണ്. മൂന്നാമത്തെ ബ്രദർ സുരാജ് വെഞ്ഞാറമ്മൂട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഭാസ്കരൻ. ഇവരുടെ 3 പേരുടെയും ഇവർ 3 പേരാണ് നാരായണൻ്റെ 3 ആൺമക്കൾ. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, അവരുടെ സ്പൗസസ് എല്ലാവരും ഇല്ല. ജോജു ഈസ് അൺമാരീഡ്. അത് ട്രെയിലറിൽ പറയുന്നതുകൊണ്ടാണ് ആ കാര്യം ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു ഫാമിലിയിൽ വരുന്ന സന്ദർഭങ്ങളാണ് ഇത്. ചെറിയൊരു തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള സിനിമയുടെ ചെറിയൊരു ഛായ ഇടയ്ക്കൊക്കെ തോന്നാം. പക്ഷേ ഈ ഒരു സിംപ്ലിസിറ്റി കൊണ്ടും സത്യസന്ധത കൊണ്ടും ഒരു യുണീക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മഞ്ചാടിക്കുരുവായിട്ട് കുറച്ച് സാമ്യം ഉണ്ടാവും. എന്തെന്നും കണ്ടിട്ടിൻ്റെ അതിലത്തെ ചില രംഗങ്ങൾ തോന്നാം. ഇതൊക്കെ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളുടെ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് ഒറിജിനലി തോന്നുന്ന ഒരു സത്യസന്ധത ഉണ്ട്. മാത്രമല്ല ഇത് വളരെ ആനുകാലികമാണ്. ഇപ്പം ഈ ഒരുപാട് വർഷങ്ങൾ മുമ്പത്തെ സിനിമകളെ കുറിച്ചാണ് ഇപ്പം ഞാൻ ഈ കമ്പാരിസണിൽ പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ഈ സിനിമകൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം. പല അഭിമുഖങ്ങളുടെയും ടൈറ്റിൽ കണ്ടിട്ടുള്ളത് ഈ സിനിമയിലെ പെർഫോമൻസസിനെ കുറിച്ചാണ്. അത് വളരെ ശരിയാണ്. ഇതിലെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുള്ളത് അത്രയും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ജോജുവിൻ്റെ കഥാപാത്രം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, റിലേഷൻഷിപ്സ് ആർ എഫിമെറൽ. അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഫെമറൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷ്. റിലേഷൻഷിപ്സ് ആർ എഫെമറൽ. പെട്ടെന്നില്ലാണ്ടാവും. ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. അത് ഒരു സന്ദർഭത്തിൽ ഗാർഗി അവതരിപ്പിക്കുന്ന ആതിര എന്നുള്ള കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് പറയുന്ന ഒരു ഫിലോസഫിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ബട്ടർഫ്ലൈ വന്ന് കയ്യിലിരിക്കുന്ന കാര്യം എത്ര സുന്ദരമായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് എത്രയും വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത്രയും വളരെ സിമ്പിളായിട്ട് തോന്നുന്ന പക്ഷേ വളരെ ഇന്നർ മീനിങ്സ് ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട്. ജോജു ചെയ്യുന്ന സേതു എന്ന കഥാപാത്രം ഒരു പലചരക്ക് കട നടത്തുന്നുണ്ട്. അതിൽ ഒരാൾ വന്നിട്ട് ബ്രാഹ്മിൺസ് മഞ്ഞൾപ്പൊടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിലൊരു കുടുംബാന്തരീക്ഷം, കുടുംബ പ്രമേയങ്ങൾ, ഇത്തരം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ സന്ദർഭങ്ങൾ നമുക്ക് വീണ്ടെടുക്കുന്ന പോലെ തോന്നും ഈ സിനിമ കാണുമ്പോൾ. പൊതുവെ സിനിമ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്നിരുന്നാലും ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊന്നോ രണ്ടോ ഇൻറ്റിമേറ്റ് സീൻസ് പറയാവുന്ന രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ചിലപ്പോൾ ഈ കുട്ടികൾ ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ പാരൻസായിട്ട് പോകുമ്പോൾ അത് ഒഴിവാക്കിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സിനിമയുടെ പൊതുവേ ഒരു സ്ലോ പേസാണ്. അത് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എനിക്കത് വളരെ എൻജോയബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്മേഴ്സീവായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു, ഈവൻ ദോ ഇറ്റ് ഈസ് സ്ലോ പേസ്ഡ്. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് വാച്ചിങ് നാരായണൻ്റെ മൂന്നാൺമക്കൾ. താങ്ക് യു.